മഹാബലി രാജാവിന്റെ ഒരു കഥ പറയുന്നത് എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ടീച്ചർ കഥ പറയുന്നത് വാ. അപ്പൊ നമ്മളെ മഹാബലി രാജാവ് ആരെന്ന് ടീച്ചർ പറഞ്ഞു തരാം. എല്ലാരും ശ്രദ്ധിക്കണം. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? രാജാവ് വെച്ച് പറഞ്ഞ ആരുണ്ടായി? രാജാവ് ഉണ്ടായിരുന്നല്ലേ? ഈ രാജാവ് ഇതാ ടീച്ചർ വരച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഞാൻ ഇതേപോലത്തെ ചിത്രം വരച്ചോണ്ട് വന്നിനല്ലേ? ഇത് ടീച്ചർ വരച്ചോണ്ട് ചിത്രം കണ്ട. ഇതെല്ലാരും ഉണ്ടല്ലോ. പൂക്കളുണ്ട്, മഹാബലിയുണ്ട്, മുത്തശ്ശിയുണ്ട്, കുട്ടികളുണ്ട്. ഇത് ചേച്ചിയുടെ കുഞ്ഞിക്ക് പൂ വരച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും ഉണ്ട്. ടീച്ചർ കഥ പറയുന്ന. അപ്പൊ ടീച്ചർ ഈ മഹാബലിയുടെ കഥ പറയുന്നേ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിന്. ആ രാജാവാണ് അവിടെ രാജ്യം ഭരിച്ചിരുന്നത്. ആര് രാജ്യം ഭരിച്ചതാര്? രാജാവ്. അങ്ങനെ രാജ്യം ഭരിക്കുന്ന സമയത്ത് അടിയിലെ പ്രജകൾക്കെല്ലാം എന്ത് തോന്നി? പ്രജകൾക്കെല്ലാം അസൂയ തോന്നി അല്ലേ? രാജാവ് രാജ്യം ഭരിക്കുമ്പോ പ്രജകൾക്കെല്ലാം അസൂയ തോന്നി. അങ്ങനെ പ്രജകൾക്ക് അസൂയ തോന്നിയിട്ട് പ്രജകൾ എന്താ മഹാവിഷ്ണുവിനെ നമ്മുടെ രാജാവിന്റെ അടുത്തേക്ക് വെക്കാൻ തീരുമാനിച്ചു. മഹാവിഷ്ണു വാമനന്റെ രൂപത്തില് മഹാവിഷ്ണു വാമനന്റെ രൂപത്തിലേക്ക് എടുത്തു വന്നു. നമ്മളെ രാജ്യത്തേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് നമ്മളെ മഹാബലി രാജാവോട് പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് വേണം, 3 അടി സ്ഥലം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 അടി സ്ഥലം ആക്കാൻ വേണ്ടിട്ട് രാജാവ് സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ വന്നിട്ട് 3 അടി മണ്ണ് 2 അടി ഇങ്ങനെ അളക്കുമ്പോഴേക്ക് നമ്മളെ വാമനൻ എന്തായി? ആകാശത്തോളം വളർന്നു. വലുതായിട്ടാകുമ്പോ പിന്നെ സ്ഥലമില്ല അളക്കാന്. എന്നിട്ട് രാജാവോട് ചോദിച്ചു, എന്നൊരു അടിയാണ് ഞാൻ വെക്കണ്ടേന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് എന്ത് പറഞ്ഞു? നോക്കുന്നേ. രാജാവ് എന്ത് പറഞ്ഞു? എന്റെ തലയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. എടാ തലയിൽ എല്ലാരും തല തൊട്ടെ, തലയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ വാമനൻ കാലെടുത്ത് അവിടെ വെച്ചു. രാജാവിന്റെ തലയിലേക്ക് വെച്ചു. രാജാവിന്റെ തലയിൽ കാലെടുത്ത് വെക്കുമ്പോ രാജാവ് അവിടെ പോയി, പാതാളത്തിലേക്ക് പോയി. അവിടെ പോയി, പാതാളത്തിലേക്ക് പോയല്ലേ? പാതാളത്തിലേക്ക് പോയി. അപ്പൊ രാജാവ് എന്ത് പറഞ്ഞു വാമനനോട്? എനിക്ക് വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ ആഗ്രഹമുണ്ട്, അതിന് സമ്മതിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ മഹാബലി രാജാവ് വർഷത്തിലൊരിക്കൽ തിരുവോണത്തിന് പ്രജകളെ കാണാൻ വേണ്ടി വരുന്നത്. ആര് വരുന്നേ? തിരുവോണത്തിന് ആര് വരും? മഹാബലി രാജാവ് അല്ലേ? ഇതാ മഹാബലി രാജാവ് തിരുവോണത്തിന് നമ്മളെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്നല്ലേ? മഹാബലിന് ഇഷ്ടല്ലേ നിങ്ങൾക്ക്? ഇഷ്ടല്ലേ? കഥയിൽ ആരെല്ലാം ഉണ്ടായിനി? വാമനനുണ്ടായിനി, പ്രജകൾ ഉണ്ടായിനല്ലേ? കുറെ പ്രജകൾ ഉണ്ടായി. നിങ്ങൾക്ക് ആരും ഇഷ്ടം? മഹാബലിനെ? നമ്മളെ മഹാബലി രാജാവിനെ ഇഷ്ടല്ലേ? അങ്ങനെ നമ്മ തിരുവോണം ദിവസം നമ്മളെ മഹാബലി രാജാവ് നമ്മുടെ അടുത്തേക്ക് വരും. നമുക്ക് നാളെ ഓണസദ്യ ആക്കാനുണ്ട്. ഓണസദ്യക്ക് നമുക്ക് മഹാബലിനാക്കണം അല്ലേ? നമ്മുടെ അടുത്തേക്ക് മഹാബലി രാജാവ് വരൂലേ? അപ്പൊ എല്ലാരും ഓണസദ്യ ഉണ്ണാൻ നല്ല കുട്ടികളായി എല്ലാരും വരണം അംഗൻവാടിയിലേക്ക്. നാളെ നമുക്ക് നല്ല ഓണപ്പൂക്കളാക്കണം. എല്ലാരും പൂക്കളെ കൊണ്ടുവരണം. കഥ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? കഥ ഇഷ്ടമല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ.